ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? വാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. നമുക്ക് എല്ലാവർക്കും മുട്ട വെച്ചിട്ടുള്ള വിഭവങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എഗ് റോസ്റ്റിൻ്റെതാണ്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം. എഗ് റോസ്റ്റിനായിട്ട് 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡ് നമ്മളൊന്നിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 4 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു വലിയൊരു പീസ് ഇഞ്ചി പൊടിപൊടിയായി അരിഞ്ഞതും, വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തത്. എഗ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായി വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാളി, കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റുക. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നല്ല വാടി കുഴഞ്ഞു കിട്ടണം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ മല്ലിപ്പൊടി. മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ഇതിന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. മസാലപ്പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്നു നോക്കാം. തക്കാളി ഇപ്പൊ ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട കൂടെ ചേർത്ത് കൊടുക്കുക. മുട്ട ഇങ്ങനെ വരഞ്ഞ് ചേർക്കുമ്പോ അതിന്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല കയറും. ഇനി മുട്ടേന്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പോഴാണ് ആ വരഞ്ഞതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് ശരിക്കും നന്നായി മസാല കയറുള്ളൂ. ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഈ മുട്ടേന്റെ ഉള്ളിലേക്കൊക്കെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അടച്ചു വെച്ച് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. അടച്ചു വെച്ചൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെയായിട്ട് നമുക്ക് വേണ്ടത്. നല്ല ഡ്രൈ റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. മുട്ട റോസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇതിന്റെ മേലെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റ് ആണ്. ഇത് ചോറിന്റെ കൂടെ, അപ്പത്തിന്റെ കൂടെ, ചപ്പാത്തിന്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇതുപോലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ റോസ്റ്റ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.